ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്കമാലി ആഴകം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇമ്മാനുവേൽ മിഷൻ ടീമിൻ്റെ മിഷൻ TV ചാനലിലൂടെ ദൈവവചനം പങ്കുവയ്ക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിത്തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചന സന്ദേശം കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. നിങ്ങൾ ഏത് തകർച്ചയിലാണോ, ഏത് പ്രതിസന്ധിയിലാണോ, ഏത് പ്രയാസത്തിലാണോ, ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കതിനകത്തൊരു ബലമുണ്ടാകും, ആശ്വാസമുണ്ടാകും, പ്രത്യാശയുണ്ടാകും. ഏത് തളർന്നിരിക്കുന്ന മനുഷ്യനും ശക്തിപ്പെടുത്തുന്ന ശക്തമേറിയ ദൂതാണ് ദൈവത്തിൻ്റെ വചനം. ഇന്ന് പകൽക്കാലം നിങ്ങളുമായി ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന സന്ദേശം ഞാൻ പങ്കുവെക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വേദഭാഗത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് എൻ്റെ സന്ദേശം. പുതിയ നിയമത്തിലെ 4 സമവീക്ഷണ സുവിശേഷത്തിലെ അതിപ്രധാനമായിരിക്കുന്ന ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം യഹൂദന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചും തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും മരണ പുനരുത്ഥാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. അതിൽ 1-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചും ആ ജനന കാലഘട്ടങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് യേശുവിൻ്റെ വളർത്തപ്പനായിരിക്കുന്ന യോസേഫിനുണ്ടായ 3 ദർശനങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അതിലെ 1-ാമത്തെ ദർശനം 1-ാം അധ്യായം അതിൻ്റെ 19-20 വേദഭാഗങ്ങളെ ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസേഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു. യോസേഫിന് മറിയ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ മറിയ ഗർഭം ധരിച്ചു എന്ന് യോസേഫിന് അറിവ് കിട്ടിയപ്പോൾ യോസേഫ് ഗൂഢമായി ഉപേക്ഷിക്കാൻ പദ്ധതി ഒരുക്കുകയാണ്. കാരണം തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടി ഗർഭം ധരിച്ചിരിക്കുന്നു, ഒരു അഭീത ബന്ധം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ചിന്ത തൻ്റെ അകത്ത് വന്നതുകൊണ്ട് യോസേഫ് ഒരു നീതിമാനായതുകൊണ്ട് ഗൂഢമായി ഉപേക്ഷിക്കാൻ പദ്ധതിയിട്ടിരിക്കുമ്പോൾ, സ്തോത്രം, അപ്പോൾ ദൈവത്താൽ ദൈവിക പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ കരമുണ്ടെന്നുള്ളത് ശക്തമായി അറിയിക്കുവാൻ വേണ്ടി ദൈവം ഒരു ദർശനം യോസേഫിന് കൊടുക്കുകയാണ്. നീ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന പെൺകുട്ടി മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, ഉൽപ്പാദിതമായിരിക്കുന്നത് മാനുഷികമായിട്ടല്ല, പരിശുദ്ധാത്മാവിലാണ്. ആമേൻ, സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനം മാനുഷികമായിട്ടല്ല, പരിശുദ്ധാത്മാവിലാണ് ജനനമെന്ന് പ്രവാചകന്മാർ 750 വർഷങ്ങൾക്ക് മുമ്പേ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാ. എന്നെ ശ്രവിക്കുന്ന ശ്രോതാവേ, ഈ ലോകത്തിൽ ഒത്തിരി മഹാന്മാർ ജനിച്ചു, ഒത്തിരി രാജാക്കന്മാർ, ചക്രവർത്തിമാർ ജനിച്ചു. ഇവരാരും ജനിക്കുന്നതിന് മുമ്പ് ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എവിടെ ജനിക്കുമെന്നും ഏത് പേരിടുമെന്നും ആരായിത്തീരുമെന്ന്. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ചരിത്ര രേഖകളിലും പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചു വച്ചിരിക്കുകയാണ്, തിരുവചനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രവചന ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് യോസേഫിനെ ദർശനത്തിലൂടെ ദൈവം ഉറപ്പിക്കുകയാണ്, ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അപ്പോൾ തൻ്റെ ഭാവിയെക്കുറിച്ച്, തൻ്റെ ഭാവി വധുവിനെക്കുറിച്ച് ദൈവം ദർശനം കൊടുക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ദർശനം ഈ ദിവസങ്ങൾ ദൈവസന്നിധി പ്രാപിച്ചെടുക്കുന്നവരായി മാറണം. പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവമായിട്ട് ബന്ധം പുലർത്തുന്ന, ദൈവിക പദ്ധതിക്ക് വേണ്ടി പ്രാപിച്ച 1-ാമത്തെ ദർശനം, ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ. അപ്പോൾ ദൈവത്താൽ ചിലത് സംഭവിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ ചിലത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്താലാണെന്ന് നമ്മെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കലാണ് നാം വന്നിരിക്കുന്നത്. 2-ാമത് യോസേഫിന് ഉണ്ടായ ദർശനം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വേദഭാഗമാണ്. അതിങ്ങനെ വായിക്കുന്നു: അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോക, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് ജനിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ ഭരണകർത്താവായിരിക്കുന്ന ഹെരോദാവ് യഹൂദന്മാരുടെ രാജാവായിട്ടൊരുവൻ പിറന്നു എന്നറിഞ്ഞപ്പോൾ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളയുവാൻ ഒരു നിയമം പുറപ്പെടുവിക്കുകയാണ്.
അതായത് വാക്തത്വമായിരിക്കുന്ന യേശുവിനെ കൊന്നുകളയുവാൻ ഹെരോദാവിൻ്റെ പദ്ധതി ഉയർന്നു വന്നപ്പോൾ യേശുവിനെയും മറിയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് പൊയ്ക്കൊള്ളുക, ഒരു പ്രതിസന്ധി വരുന്നുണ്ട്, ആ പ്രതിസന്ധിയിൽ നിന്ന് മാറി നിൽക്കുവാൻ ദൈവം യോസേഫിന് ദർശനം കൊടുക്കുകയാണ്. ദൈവിക പദ്ധതിക്ക് വേണ്ടി, ദൈവിക വാക്തത്വത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവവൈതലേ, നിന്നെ തകർക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ അതിനു മുമ്പ് ദൈവത്തിൻ്റെ ആലോചന നൽകിത്തന്ന്, ദൈവിക ദൂത് നൽകിത്തന്ന് നമ്മെ അതിൻ്റെ നടുവിൽ നിന്ന് വിടുവിക്കുന്ന ഒരു വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ മേലൊരു ദൈവിക പദ്ധതി നാളുകൾ ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ തകർക്കുന്ന ചില ഹെരോദാവിൻ്റെ പദ്ധതികളെ ജയിക്കുന്ന ഒരു ദർശനം ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിത്തരും. ഇപ്പോൾ യേശുവിനെ കൊന്നുകളയുവാൻ ഹെരോദാവ് പദ്ധതി ഒരുക്കിയപ്പോൾ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ, ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയുവാൻ നിയമം കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന് മിസ്രൈമിലേക്ക് മാറി നിൽക്കുക. എന്നിട്ട് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, പറയും വരെ അവിടെ താണിരിക്കണം. മിസ്രൈം ദൈവജനം ഓടിപ്പോന്ന സ്ഥലമാ, അടിമത്തമുള്ള സ്ഥലമാ, ഫറവോന്യ വ്യാപാരമുള്ള സ്ഥലമാ. പക്ഷേ ചില സമയം വരെ അവിടെ താണിരിക്കുവാൻ ദൈവം പറയുന്നതിന് കാരണം, നീ വളരേണ്ട ചില സ്ഥലത്ത് ചില ഹെരോദാവ് നിൽപ്പുണ്ട്. ഹെരോദാവിൻ്റെ കാലം കഴിയുന്നത് വരെ അവിടെ പാർക്കുവാൻ ദൈവം യോസേഫിന് ദർശനം കൊടുക്കുകയാ. എന്നെ ശ്രവിക്കുന്ന ചില ശുശ്രൂഷകരോട് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ചില പ്രതികൂലത്തിൻ്റെ സ്ഥലത്ത് താണിരിപ്പാൻ ദൈവം പറയുന്നതിന് കാരണം, നിനക്ക് ശക്തമേറിയ ഒരു ശുശ്രൂഷയുള്ള ഒരു തലത്തിലേക്ക് വരുവാനുള്ള ആ സ്ഥലത്ത് ചില ഹെരോദാവുണ്ട്. അതുവരെ, ആ ഹെരോദാവ് മാറുന്നത് വരെ ചില സ്ഥലത്ത് താണിരുന്നേ മതിയാവൂ. ഹാഗാർ സാറയുടെയും അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയപ്പോൾ, മരുഭൂമിയിലൂടെ അവൾ ചുറ്റി നടന്നപ്പോൾ, ആ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ദൂതൻ അവളോട് സംസാരിച്ചു, നീ നിന്റെ യജമാനത്തിക്ക് പോയി താണിരിക്കുക. കാരണം നിന്റെ ഉദരത്തിൽ ആയിരിക്കുന്ന ഇസ്മായേൽ പുറത്തു വന്നതിന് ശേഷം നീ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടാൽ മതി. നിന്റെ വാക്തത്വം പുറത്തു വരട്ടെ, അതുവരെ ചില സ്ഥാനത്ത് നീ താണിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ ചില സ്ഥലങ്ങൾ നമുക്ക് പ്രയാസമുള്ളതായിരിക്കാം, ചില ജോലി സ്ഥലം നമുക്ക് പ്രയാസകരമായിരിക്കാം, ആ വീട്ടിൽ എനിക്ക് നിൽക്കാൻ കഴിയാത്ത സ്ഥലമായിരിക്കാം, ആ സഭ എനിക്ക് പ്രതികൂലമായിരിക്കാം, ആ വീട് എനിക്ക് തടസ്സമായിരിക്കാം. പക്ഷേ ചില ദൈവിക പദ്ധതി വെളിപ്പെടുന്നത് വരെ ചില സ്ഥലത്ത് താണിരുന്നേ മതിയാകൂ. യോസേഫിന് ദൈവം ദർശനം കൊടുക്കുകയാണ്, നീ മിസ്രൈമിൽ കുറെ കാലത്തേക്ക് കുഞ്ഞുമായി മറിയുമായി അവിടെ പാർക്കണം, ഞാൻ പറയുന്നത് വരെ. മൂന്നാമത്തെ ദർശനം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വേദഭാഗമാണ്. എന്നാൽ ഹെരോദാവ് കഴിഞ്ഞുപോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, യേശുവിനെ പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവൻ മരിച്ചുപോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകാം. മൂന്നാമത്തെ ദൈവിക ദർശനം മടങ്ങിപ്പോരുക എന്നുള്ള ദർശനമായിരുന്നു. എന്ന് വെച്ചാൽ, ഒന്നാമത്തെ ദർശനം മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. 2-ാമത്തെ ദർശനം യേശു ജനിച്ചതിന് ശേഷം യേശുവിനെ തകർക്കുവാൻ ഉയർന്നു വന്ന ഹെരോദാവിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് വേണ്ടി മിസ്രൈമിലേക്ക് മാറി നിൽക്കുവാനുള്ള ദർശനം. 3-ാമത്തെ ദർശനം യേശു കർത്താവ് വളരേണ്ട സ്ഥലത്തേക്ക്, യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കേണ്ട പട്ടണത്തിലേക്ക്, ദൈവജനത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന് പാർക്കേണ്ട സ്ഥലത്തിലേക്ക് മടങ്ങി കൊണ്ടുവരുവാൻ വേണ്ടി യോസേഫിനോട് ദൈവത്തിൻ്റെ ദൂതൻ ദർശനത്തിലൂടെ സംസാരിക്കുകയാണ്. സ്തോത്രം. അതിപ്രധാനമായിരിക്കുന്ന 3 ദർശനങ്ങൾ യോസേഫ് പ്രാപിച്ചെടുക്കുകയാണ് യേശുവുമായി ബന്ധപ്പെട്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ചില ദർശനങ്ങൾ പ്രാപിച്ചെടുക്കണം. ചിലരോട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിലേക്ക് എത്തിച്ചേരാൻ പോകുക. നിങ്ങളോട് ദൈവം പറഞ്ഞ ചില ദൈവിക ആലോചനയുടെ, നിങ്ങളോട് പറഞ്ഞ ചില ദൈവിക വാക്തത്വങ്ങളുടെ, ദൈവിക പദ്ധതിയുടെ ദർശനത്തിലേക്ക് നിങ്ങൾ അടുത്ത് വരികയാണ്. ഈ ദിവസങ്ങൾ ആ ദർശനത്തിലേക്ക് കാൽ വയ്ക്കുവാൻ സമയം അടുത്തു വന്നിരിക്കുകയാണ്. അതിനുള്ള ചില ദൈവിക നിയോഗങ്ങളും ദൈവിക പദ്ധതികളും അടുത്തു വന്നിരിക്കുന്നു. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. യോസേഫിനോട് പറയുന്നു, ഹെരോദാവ് കഴിഞ്ഞുപോയി. ശിശുവിന് എതിര് നിന്ന, യേശുവിനെ കൊന്നുകളയുവാൻ പദ്ധതി ഒരുക്കിയ ഹെരോദാവ് മരിച്ചു.
ചില ഹെരോദാവ് മരിച്ചെങ്കിലേ നിനക്ക് മടങ്ങി വരാൻ പറ്റത്തുള്ളൂ. ചില ഹെരോദാവ് ജീവിച്ചിരുന്നാൽ നിന്റെ വളർച്ചയ്ക്ക് തടസ്സമാ. ചില ഹെരോദാവ് ഉയർന്നു നിന്നാൽ നിന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമാ. ചില ഹെരോദാവ് ഉയർന്നു നിന്നാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാ. ഇന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ചില ഹെരോദാവിൻ്റെ കാലഘട്ടം തീരാൻ പോകുകയാ. സ്തോത്രം. ദൈവജനത്തിന്, സുവിശേഷകന്മാർക്ക്, പ്രാർത്ഥിക്കുന്നവരുടെ ഒരു കാലഘട്ടം ദൈവം തുറക്കാൻ പോകുക. ആമേൻ. വാക്തത്വത്തിലേക്ക് പുറപ്പെടാൻ പോകുക. ഈ 2025 ചില വാക്തത്വത്തിലേക്ക് നീ പുറപ്പെടാൻ പോകുക. ചില ദൈവിക പദ്ധതിയിലേക്ക് നിന്റെ തലമുറ പുറപ്പെടാൻ പോകുക. നീയും നിന്റെ കുടുംബം ചില മടങ്ങിവരവിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുക. നാളുകളായിട്ട് മിസ്രൈമിന്റെ അനുഭവത്തിൽ വാക്തത്വ സന്തതിയെ പിടിച്ചുകൊണ്ട് നീ കരഞ്ഞ മാതാവേ, പിതാവേ, നീ നിന്റെ സന്തതിയുമായിട്ട് ദൈവിക പദ്ധതിയിലേക്ക് മടങ്ങി വരുന്ന ദിവസം അടുത്തു വരുന്നു എന്ന് ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആത്മാവ് വിളിച്ചു പറയുന്നു. ഈ സന്ദേശം ശ്രവിക്കുന്ന ചില കുടുംബങ്ങളോട് ഞാൻ ആത്മാവ് വിളിച്ചു പറയുക, നിങ്ങൾ കുടുംബമായി ചില ദൈവിക പദ്ധതിയിലേക്ക് പ്രവേശിക്കാൻ പോകുക. നീയും നിന്റെ തലമുറയും ദൈവിക ശുശ്രൂഷയിലേക്ക് സ്റ്റെപ്പ് വയ്ക്കാൻ പോകുക. കാരണം ചില ഹെരോദാവ് കഴിഞ്ഞുപോയി. ഹെരോദാവ് കഴിഞ്ഞുപോയപ്പോൾ കുഞ്ഞുമായി മറിയുമായി മടങ്ങിപ്പോരുവാൻ യോസേഫിന് ദൈവം ദർശനം കൊടുക്കുകയാണ്. ചില മടങ്ങിവരവിൻ്റെ ദർശനം ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. മോവാബ് ദേശത്തേക്ക് പോയ നവോമിയുടെ കുടുംബം തകർന്നു പോയപ്പോൾ, അവളുടെ ജീവിതത്തിൽ നഷ്ടവും കഷ്ടവും എല്ലാം സംഭവിച്ചപ്പോൾ, അവൾ ബേദലഹിലേമിലേക്ക് അപ്പത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ ഒരു വലിയ യവക്കൊയ്ത്ത് അവൾ കണ്ടു. 3 കാര്യങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങളൊരു ദർശനം പ്രാപിക്കണം. എൻ്റെ കുടുംബം എങ്ങനെ പോകണം, എൻ്റെ കുടുംബം എവിടെ പാർക്കണം, ഞങ്ങളെ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവവചനത്തിൽ നിന്ന് ദൈവിക ആലോചനയും ദർശനവും പ്രാപിച്ചെടുത്താൽ നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ ക്ഷീണിച്ചു പോകത്തില്ല. കാരണം പൗലോസ് പറയുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ആമേൻ. 2ാമത്തെ ദർശനം, നിനക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ നിൽക്കുന്ന ശത്രുവിൻ്റെ മേൽ നീ ഒരു ദർശനം പ്രാപിച്ചെടുക്കണം. എല്ലാവരും ഒന്നും അനുകൂലമല്ല. ദേശക്കാര്, കുടുംബക്കാരൊന്നും നിന്റെ വാക്തത്വ സന്തതിക്കോ നിനക്കോ അനുകൂലമല്ല. എതിരായി നിൽക്കുന്ന ചില മേഖലകളെ തിരിച്ചറിഞ്ഞ് ദർശനം പ്രാപിച്ചെങ്കിലേ ആ സ്ഥാനത്ത് നിന്ന് നിനക്കൂടി രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. അബ്രഹാമിനെ ദൈവം വിശ്വാസികളുടെ പിതാവാക്കി ഉയർത്തുന്നതിന് മുമ്പ് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ട അതിശക്തമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദേശത്തെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. ദൈവം ചില പദ്ധതിക്ക് വേണ്ടി ചിലരെ കണ്ടിട്ടുണ്ടെങ്കിൽ ചില സ്ഥലം വിട്ട് ഞാനും നിങ്ങളും പുറപ്പെട്ടേ മതിയാവൂ. യോസേഫും തൻ്റെ കുടുംബവും എവിടെ പാർക്കണം? ഇപ്പോഴുള്ള സാഹചര്യം ആത്മീയമായി വളരാൻ കഴിയുന്ന സാഹചര്യമാണോ? ശുശ്രൂഷയിൽ വളരാൻ കഴിയുന്ന സാഹചര്യമാണോ? തൻ്റെ വാക്തത്വം പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യമാണോ എന്നുള്ളത് ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ചില ദർശനങ്ങളെ പ്രാപിച്ചെടുക്കട്ടെ. 3ാമത്തെ ദർശനം, മിസ്രൈമിൽ നിന്ന് പുറപ്പെടാൻ സമയമായോ എന്ന് നാം തിരിച്ചറിയണം. ഈ കാലഘട്ടം വളരെ ദുഷ്ടകരമായിരിക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ്. ദൈവസഭ ആമേൻ പുറപ്പെടുവാൻ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു നിത്യരാജ്യമുണ്ട്, ഒരു നിത്യതയുണ്ട്. ആ കാഹളം ധ്വനിക്കുവാൻ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. യോസേഫ് യേശുവുമായിട്ട് തൻ്റെ രാജ്യത്തിലേക്ക്, ഇസ്രായേൽ രാജ്യത്തിലേക്ക്, ബേത്ലഹേമിലേക്ക്, നസ്രേത്തിലേക്ക് എപ്പോഴാ മടങ്ങിപ്പോകണ്ടെന്നുള്ള ആ ദൈവിക ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഒരു ഭക്തന്റെ ആഗ്രഹവും അവന്റെ കാത്തിരിപ്പും ഒരു കാഹള ശബ്ദത്തിന് വേണ്ടിയാ. പ്രത്യാശയുള്ള ദൈവമക്കൾ, നിങ്ങൾ ഇരിക്കുന്ന വീട്ടിനകത്തിരുന്നു കൊണ്ട് യാത്രയിലോ, കർത്താവേ ഞാൻ അങ്ങയുടെ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുകയാ, ഒരു ദൈവിക ദൂതിന് വേണ്ടി കാത്തിരിക്കുകയാ. തൻ്റെ സഭയെ ചേർക്കുവാൻ വരുന്ന തൻ്റെ അരിമനാഥന്റെ കാഹള ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. യോസെഫ് നസ്രേത്തിലേക്ക് എപ്പോൾ മടങ്ങിപ്പോണം? ദൈവത്തിൻ്റെ ദൂതൻ ദർശനം കൊടുത്തു, ഞാൻ പറയും വരെ അവിടെ പാർക്കണം. അപ്പോൾ യോസെഫിന് അറിയാം, ഇനി ഒരു ദർശനം കൂടെ ഉണ്ട്. മടങ്ങിപ്പോകിൻ്റെ ഒരു ദർശനത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പോകുകയാണ്. 2 ദർശനം ദൈവശബ്ദം നാം കേട്ടെങ്കിലും അടുത്ത ഒരു ശബ്ദം പ്രത്യാശയുടെതാണ് കേൾക്കാൻ പോകുന്നത്. മടങ്ങിപ്പോരണമെന്ന് പറയുന്നു ഒരു പ്രത്യാശയുടെ ദൂത്. ഒരുപക്ഷെ മരുഭൂമിയിൽ ജോലി സ്ഥലത്തായിരിക്കാം, കുടുംബജീവിതത്തിൽ തകർച്ചയിലൂടെ ആയിരിക്കാം, സഭാമേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ എവിടെയൊക്കെയോ ഒരു ദൈവശബ്ദത്തിന് വേണ്ടി മടങ്ങിപ്പോരണം എന്നുള്ള ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് വചനത്തിലൂടെ നിങ്ങളോട് ഇടപെടുകയാണ്. നിനക്കൊരു മടങ്ങിവരവിൻ്റെ ദിനമുണ്ട്. അതുകൊണ്ട്
യോസേഫിനെ പോലെ അതിശക്തമായ ദൈവിക ദർശനങ്ങൾ പ്രാപിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. സ്വർഗീയ പിതാവേ, ഈ സന്ദേശം കേട്ട ഓരോ ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട്, വിവിധ ടൈം സോണിലിരുന്നു കൊണ്ട്, പ്രതിസന്ധിയിലും പ്രയാസത്തിലും ഒറ്റപ്പെട്ടു പോയി, ഞാൻ തകർന്നു പോയി, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ലെന്ന് തകർന്നുടഞ്ഞ ആരെങ്കിലും ശ്രവിക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ, നീ അവരെ ഉദ്ധരിച്ച് യോസേഫിന് ദർശനം കൊടുത്തതുപോലെ അതിശക്തമായി ദർശനം കൊടുത്തവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില തകർന്നിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി, തകർന്നിരിക്കുന്ന പിതാക്കന്മാർക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി ദൈവം ഒരു ശക്തമേറിയ ദർശനം കൊടുത്തവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇമ്മാനുവേൽ മിഷൻ ടിവിയിലൂടെ ദൈവവചനം ശ്രവിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.